Hi friends, digital signal processing വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ഒരുപാട് ടൈപ്പ് ബോർഡുകൾ നമ്മൾ വാങ്ങി പരീക്ഷിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യം വന്നിരുന്നത് ഒരു ചെറിയ ഒപ്റ്റിക്കൽ ഒരു കോവാക്സിൽ മാത്രമുള്ള ബോർഡായിരുന്നു. അതൊരു ചൈന കിറ്റ്. അതിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും അത് മാക്സിമം ടെക്നീഷ്യന്മാർ അതൊക്കെ ഉപയോഗപ്പെടുത്തിയിരുന്നു. പിന്നെ അതിനുശേഷം പിന്നെ റഷ് ബോക്സ് വന്നു, അതിനുശേഷം പിന്നെ ആസ്ട്ര കിറ്റ് വന്നു, അതിനുശേഷം ഇങ്ങനെ നിരവധി ബോർഡുകൾ ഒക്കെ വന്നായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു ടെക്നീഷ്യൻ എന്ന നിലയ്ക്ക് അവർ തന്നെ പരിഹരിച്ചിട്ടാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ഫുൾ അസംബ്ലിയിലാണ് ചെയ്തു വന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളും എന്ന് വെച്ചാൽ കാശ് പോകും എന്നർത്ഥം. എന്തെങ്കിലും ചെറിയൊരു പാകപ്പഴ നമ്മുടെ കൈ കൊണ്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് ടെക്നീഷ്യന് ലോസ് ആകും. അപ്പോൾ അത്രയും കെയർഫുള്ളായിട്ടായിരുന്നു അന്നുള്ള ടെക്നീഷ്യന്മാരെല്ലാം ചെയ്തിരുന്നത്. ഇടയ്ക്ക് 1-2 ഇൻസിഡൻ്റൊക്കെ വന്നവരും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് വേരിയൻറ്റുകളിൽ ഇത് വന്നിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ഒരുപാട് പരിമിതികളും ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഇടയായിട്ട് 1-2 ബോർഡുകളൊക്കെ അതുപോലെ HDMI ഇൻപുട്ടോട് കൂടി ഒക്കെ വരുന്നുണ്ട്. ഒരുവിധം നല്ല ബോർഡുകളൊക്കെയാണ്. അത്തരത്തിൽ ഒരു ബോർഡായിരുന്നു ഈ F2003 എന്ന് പറഞ്ഞൊരു ബോർഡ്. അത് 2 വേരിയൻറ്റിലാണ് ആ ബോർഡ് ഇറങ്ങിയത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഈ FT003 എന്ന് പറയുന്ന ഈ മോഡൽ. ഇതതിൻ്റെ രണ്ടാമത് വന്നത്, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഒരു ഡോൾബി ഡീകോഡറാണ്, ഡോൾബി DTS ഡീകോഡറാണിത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ പഴയ ബോർഡും ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കുന്ന ഈ ബോർഡും തമ്മിലുള്ള നിറയെ ഡിഫറൻസ്, അതിൻ്റെ അഡീഷണൽ ഫീച്ചേഴ്സ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഫ്യൂടെക് പുറത്തിറങ്ങിയിരിക്കുന്ന അപ്പോൾ ഈ പുതിയ ബോർഡിൻ്റെ എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ഫ്യൂടെക്കിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഡോൾബി DTS ഡീകോഡർ ബോർഡ്. FT003 വേർഷൻ 1.1 അതാണ് ഈ ബോർഡ്. നമുക്കിതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഐറ്റംസ് നോക്കാം. കണക്റ്റിംഗ് കേബിളാണ്, ഡീകോഡർ, സ്ക്രൂ പാക്ക്, ഒരു ഫ്രണ്ട് പാനൽ. അപ്പോൾ ഡീകോഡർ കിറ്റ്, സ്ക്രൂ പാക്കറ്റ്, അതുപോലെ തന്നെ കണക്ഷൻ വയേഴ്സ്, പിന്നെ അതിൻ്റെ ഒരു പാനലും. ഇത്രയാണ് ഈ ബോക്സിൽ വരുന്നത്. ഇതാണ് ആ ഡീകോഡർ കിറ്റ്. ഈ നമ്മൾ ഈ ഫ്രണ്ട് പാനലിലേക്ക് ഇതുപോലെ ഫ്രണ്ട് പാനൽ ഇതുപോലെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ ഡിവൈസ് ഏതെങ്കിലും നമ്മൾ അസംബിൾ ചെയ്യുന്ന സിസ്റ്റം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസിനകത്തേക്ക് നമുക്ക് ഒരു ചെറിയ ഇത്രയുള്ള ഒരു ചെറിയ കട്ടൗട്ട് ഉണ്ടാക്കിയിട്ട് ഇത് ജസ്റ്റ് അതിൽ വെച്ചിട്ട് ഈ 4 കോർണേഴ്സും കാണുന്ന ഇവിടെ സ്ക്രൂ ചെയ്താൽ മതി. അപ്പോൾ ഇത് ഫിക്സ് ചെയ്യാൻ വളരെ ഈസിയാണ്. അതങ്ങനെയാണ് അതിൻ്റെ ഒരു നിർമ്മാണം ഉള്ളത്. നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഫ്രണ്ട് പാനൽ നമ്മൾ ഈ ബോർഡിലേക്ക് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു ക്യാബിലേക്ക് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്ന് സ്ക്രൂ ചെയ്താൽ മാത്രം മതിയാകും. ഈ ബോർഡിൻ്റെ ഉപയോഗം പറഞ്ഞു തരാം. അതായത് കറക്റ്റായിട്ടുള്ള ഡോൾബി DTS അങ്ങനെയുള്ള ഫോർമാറ്റിലുള്ള ഓഡിയോ ഫയലുകൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്ത് ആംപ്ലിഫയറിലേക്ക് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡീകോഡർ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനകത്ത് വരുന്നത് 3 ഡിജിറ്റൽ ഇൻപുട്ടുകളാണ് ഇതിൽ വരുന്നത്. ഒന്ന് ഒപ്റ്റിക്കലുണ്ട്, ഒരു കോവാക്സിലുണ്ട്, പിന്നെ ഒരു HDMI ARC ഉണ്ട്. സാധാരണയായി ഇത്ര ഇൻപുട്ടുകൾ തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിലും കുറച്ചും കൂടി കൂടിയ ബോർഡുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ HDMI പോർട്ടുകൾ 4-5 എണ്ണം വരും. അതുപോലെ തന്നെ കോവാക്സിൽ 1-2, ഒപ്റ്റിക്കൽ ഒരു 2 എണ്ണം വരും.
അങ്ങനെയുള്ള ബോർഡുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ എന്താണ് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളൊക്കെ വില ഒരു 3 ഇരട്ടിയെങ്കിലും അധികമായിരിക്കും. അത്യാവശ്യം നോർമൽ ആവശ്യങ്ങൾക്കെല്ലാം ഈ ഒരു ബോർഡ് തന്നെ ധാരാളമാണ്. ഇതിലൊക്കെ ഇതിൻ്റെ നെക്സ്റ്റ് ലെവൽ ബോർഡ് നമ്മൾ വാങ്ങിച്ചാലും നമുക്ക് ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഓഡിയോ ക്വാളിറ്റി ഒന്നും കിട്ടത്തില്ല. നമുക്ക് പോർട്ടുകളുടെ എണ്ണം കൂടുതൽ കിട്ടും. എന്തായാലും നമ്മൾ അത്ര ഇപ്പോൾ 3, 4, 5 വേറെ ഒരു 3, 4 HDMI പോർട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മളൊന്നും ഒരു കാലത്ത് ഉപയോഗിക്കാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ വെറുതെ ഉപയോഗിക്കാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു 3, 4 ഇരട്ടി പൈസ കൊടുത്തിട്ട് ആ ബോർഡ് മേടിച്ചിട്ട് വെറുതെ അത് ഉപയോഗിക്കാണ്ടങ്ങ് വെക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലത്തെ മീഡിയം ബോർഡറിനെ വാങ്ങിയിട്ട് ഇതിൻ്റെ പോർട്ടുകളെല്ലാം ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഒരു സ്വിച്ചാണ്. ഈ സ്വിച്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ഓരോ ഇൻപുട്ടുകളും നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ബോർഡിലേക്ക് അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ ഈ ബോർഡിൽ ഇതാണ് ഇതിൻ്റെ 5.1 ഓഡിയോ ഔട്ട് വരുന്നത്. ഇവിടെയാണ്. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ. ഇവിടെ ഒരു ജാക്കി കൂടെ വരുന്നുണ്ട്. ഇത് നമ്മൾ റിമോട്ട് കിറ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ആംപ്ലിഫയറിലാണ് നമ്മൾ ഈ കിറ്റ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ റിമോട്ട് കിറ്റിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഇതിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ ഇത് കണ്ടില്ലേ, ഈ ഒരു ബട്ടൺ ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ആ ആംപ്ലിഫയറിൻ്റെ റിമോട്ട് ഉപയോഗിച്ച് നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കണക്ഷൻ നമുക്ക് ഈ പോർട്ട് വഴി നമുക്ക് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തൊക്കെ ചേഞ്ചസ് ആണ് ഈ കിറ്റിൽ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ കണക്ടർ. ഈ കൂടെ വരുന്നതാണ്, RMC കണക്ടേഴ്സ് വരുന്നതാണ്. ഇതിൽ ഇങ്ങനെ 3 കേബിളാണ് ഇതിൽ വരുന്നത്. അതിൽ ഈ ഒരെണ്ണം നമുക്ക് പവർ സപ്ലൈ കൊടുക്കാനുള്ളതാണ്. അതുപോലെ തന്നെ ഇത് അതിൻ്റെ ഓഡിയോ ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാനുള്ളതാണ്. പവർ സപ്ലൈ ഈ പോർട്ടിലാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് ഓഡിയോ ഔട്ടിന് ഇവിടെ കണക്ട് ചെയ്യുന്നതാണ്. പിന്നെ അടുത്തത് വരുന്നത് ഇത് കണ്ടില്ലേ, ഈ ഒരു കേബിളാണ്. ഇതിങ്ങനെ 2 സൈഡിലും കണക്റ്റേഴ്സ് ഇങ്ങനെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പുള്ള വേർഷനിനകത്ത് ഈ വയർ ഉണ്ടെങ്കിൽ പോലും 1 സൈഡ് കണക്ടറും 1 സൈഡ് ഇവിടെ കണക്ടറായിട്ടും ഈ സൈഡിൽ ഇത് ഉണ്ടാവാറില്ല. ഇതിവിടെ വയർ മാത്രമായിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഇവിടെ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇത് ഇവിടെ കൊടുക്കുന്ന ഒരു ജാക്കിയാണ്. ഇത് നമ്മൾ നേരെ കൊണ്ടുപോയിട്ട് നമ്മൾ റിമോട്ട് കിറ്റിൻ്റെ ഇതിൻ്റെ സിഗ്നൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ആ ഭാഗത്ത് കണക്ട് ചെയ്യുകയാണ് പതിവ്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ വന്നങ്ങനെ അപ്ഡേഷനകത്ത് ഇതിൽ ബോത്ത് സൈഡ് കണക്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ റിമോട്ട് കിറ്റിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്ലഗ് ചെയ്താൽ മാത്രം മതിയാവും. ആ ഒരു ചേഞ്ചസ് ആണ് പ്രധാനമായിട്ടും ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബോർഡിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. ബോർഡിൽ പ്രധാനമായിട്ടും വന്നിരിക്കുന്നത് ഇവിടെ ഒരു പവർ ഇൻഡിക്കേറ്റർ ഒന്ന് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പവർ ഇൻഡിക്കേറ്റർ ഒന്ന് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പുള്ള വേർഷനിൽ അത് ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ളത് ഇത് നോക്കി, ഇവിടെയും ഉണ്ട്. ഇവിടെ 3 ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. ഇത് 3ഉം മൈക്രോ SMD LEDs ആണ്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായിരുന്ന വേർഷനിൽ ഈ 2 എണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഡോൾബി വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനായിട്ട് ഒരു ഡോൾബിയും, അതുപോലെ തന്നെ PCM മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ ആ PCM കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്റർ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിനകത്ത് പുതിയ അപ്ഡേഷനകത്ത് ഇതിനകത്ത് DTS കൂടെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡോൾബി DTS അതുപോലെ തന്നെ പ്രോലോജിക് 2 അതും ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷനായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. നമ്മളൊരു ഡോൾബി ഫയൽ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇതിനകത്ത് ആ ഡോൾബി ഫയൽ തന്നെയാണോ വർക്ക് ചെയ്യുന്നത്, അത് വേറെ എന്തെങ്കിലും മാനിപ്പുലേറ്റഡ് സൗണ്ട് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഏത് ഫയലാണോ നമ്മൾ പ്ലേ ചെയ്യുന്നത് ആ ഫയലിൻ്റെ ഫോർമാറ്റ് കൃത്യമായിട്ട് ഇത് ഇവിടെ കാണിക്കും. ഓക്കെ, അതാണ് അടുത്ത ഒരു അപ്ഡേഷൻ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത അപ്ഡേഷൻ എന്ന് പറയുന്നത് ഇതിനു മുമ്പുള്ള ഈ വേർഷനകത്ത് ഇവിടെ ഒരു കപ്പാസിറ്റർ കണ്ടില്ലേ, ഈ കപ്പാസിറ്റർ ഇല്ല, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. പക്ഷേ ഇതിനകത്ത് നമ്മൾ ഈ കപ്പാസിറ്റർ ഒരെണ്ണം എക്സ്ട്രാ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ചേഞ്ചസ് കൂടെ ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു അപ്ഡേഷനുണ്ട്. അത് ഇതിനകത്തുള്ള ഈ ഓപ്പാംസിൽ, ഇതൊക്കെ ഓപ്പാമ്പാണ്, ഈ ഭാഗമാണ് ഇതിൻ്റെ ഓപ്പാമ്പ്. ആ ഓപ്പാമ്പ് ഇതിനകത്ത് നമ്മൾ സിംഗിൾ പവർ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിലും ഇതിൻ്റെ ഈ ഓപ്പാമ്പ് വർക്ക് ചെയ്യുന്നത് ഈ ബോർഡിൽ ഡ്യുവൽ പവർ സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡ്യുവൽ പവർ സപ്ലൈ വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ഓഡിയോ ക്വാളിറ്റിയും ഒക്കെ ഇതിനുണ്ട്. അങ്ങനെ നോയ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല, പക്കാ സൈലൻ്റ് ആണ്, നല്ല ക്വാളിറ്റി ഓഡിയോ ആണ്, നല്ല സ്ട്രെങ്തി ഓഡിയോ ആണ്.
ഇതിൽ നിന്ന് വരുന്നത്. നമ്മളിത് വെച്ച് ഒരുപാട് സിസ്റ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇതൊന്നും ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ നിങ്ങളെ ഇതൊന്നും കൂടി ഒന്ന് അറിയിച്ചേക്കാമെന്ന് കരുതിയാണ്. അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ഇതിൽ വന്നിരിക്കുന്നത്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പവർ ഒന്ന് കൊടുത്തു നോക്കാം. ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഇൻപുട്ട്. നമുക്കൊരു 12 വോൾട്ട് കൊടുക്കാം. ഇതിൻ്റെ പോളാരിറ്റി എല്ലാം ഇവിടെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ റെഡ് ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇവിടെ ഇൻപുട്ടൊന്നും ഇപ്പോൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈ ഫോർമാറ്റിൻ്റെ അത് ഇപ്പോൾ LED വർക്കാവാത്തത്. സിഗ്നൽ കൊടുത്തിട്ടില്ല. പിന്നെ ഈ ഒരു ബട്ടൺ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ സോഴ്സ് കണ്ടില്ലേ, സോഴ്സ് ഓരോന്നും ഇപ്പോൾ കോവാക്സിൽ സെലക്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ HDMI ആണ്. ഇപ്പോൾ ഈ സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സോഴ്സും ഇങ്ങനെ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു പോർട്ട് ഉപയോഗിച്ച് നമ്മളിതിൻ്റെ റിമോട്ട് കിറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിമോട്ടിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഈ സ്വിച്ച് ഉപയോഗിക്കാതെ തന്നെ നമുക്ക് ഇതിൻ്റെ സ്വിച്ചിങ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എന്തിനാണ് ഇങ്ങനെ റിമോട്ടിൽ വരുത്തണമെന്ന് വെച്ചാൽ നമ്മളിത് മിക്കവാറും ഏതെങ്കിലും ഒരു ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ഇത് കണക്ട് ചെയ്യേണ്ടത്. ബാക്ക് സൈഡ് കണക്ട് ചെയ്തിട്ട് നമ്മൾ കേബിൾസ് എല്ലാം ഇങ്ങനെ ബാക്കിൽ കൂടിയാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ സെറ്റിൻ്റെ ഫ്രണ്ട് വശം ഏകദേശം ഇവിടെ ആയിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് വശം വരുന്നത്. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള ഒരു ഡിവൈസ് ആയതുകൊണ്ട് നമുക്ക് എപ്പോഴും ഇത് ബാക്കിലേക്ക് നമ്മൾ കൈ കൊണ്ടുവന്നിട്ട് നമുക്ക് ഈ സ്വിച്ചിൽ നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ റിമോട്ട് കിറ്റുമായിട്ട് ഇതിനെ മെർജ് ചെയ്യിപ്പിക്കുന്നത്. എല്ലാ കാര്യവും നമുക്ക് ആ റിമോട്ട് കിറ്റിൽ തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് പഴയ ബോർഡും പുതിയ ബോർഡുമായിട്ടുള്ള വ്യത്യാസം. നല്ല ക്വാളിറ്റി ആയിട്ടുള്ളൊരു ബോർഡ് തന്നെയാണിത്. ഇതിന് വില പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. പക്ഷേ എങ്കിലും അറൗണ്ട് ഒരു 3000 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. നല്ല ക്വാളിറ്റി ബോർഡാണ്. അപ്പോൾ ഇനി മുതൽ ഓഡിയോ സിസ്റ്റങ്ങളൊക്കെ ഡിജിറ്റൽ ഓഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ഈ ഒരു ബോർഡ് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ പോരായ്മകളെല്ലാം ഇതിൽ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.